ഫ്രണ്ട്സ്, അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് പോകുന്നത് കുമ്പിച്ചൽ കടവാണ് കേട്ടോ. കടവിലെ റോഡൊക്കെ ഏതാണ്ടൊക്കെ അടിപൊളിയാക്കി പാലത്തിൻ്റെ പണി മൊത്തത്തിൽ ഫിനിഷായെന്ന് ഞാൻ അറിഞ്ഞു. നമ്മൾ പഴയ ഒരു വീഡിയോയിൽ പാലം മൊത്തം പണി ഫിനിഷ് ആവുന്നതിന് മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഞാൻ അങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, മായം കുമ്പിച്ചൽ കട വന്നത്. ഞാൻ എന്നൊക്കെ ഇറങ്ങുന്നു അന്നൊക്കെ ഒടുക്കത്തെ മഴയാണ് കേട്ടോ. ഇതേ മഴ പെയ്ത്, ഇപ്പം മഴ ടൈമും കൂടെയാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം നിന്ന് ഞാൻ എന്ത് പറയാനാണ്, താമസിക്കുന്നില്ല, മഴ കൊള്ളാൻ ഞാൻ തയ്യാറല്ല ഇന്നത്തെ ദിവസം. അപ്പം നമുക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം കേട്ടോ. കടവിന്റെ അടിഭാഗമാണ് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് പണിയൊക്കെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കടവ്. കുമ്പിച്ചൽ കടവ് കാണാനായിട്ട് പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ കേട്ടോ. നമ്മുടെ ഈ ജില്ലയല്ല കേട്ടോ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ കാണാനായിട്ട് വരാറുണ്ട്. അത്രയും പ്രകൃതി ഭംഗി കൊണ്ട് നിറയപ്പെട്ട ഒരു കടവും കൂടെയാണ് നമ്മുടെ ഈ കുമ്പിച്ചൽ കടവ് കേട്ടോ. പിന്നെ ഈ പാലത്തിന്റെ ഭംഗി കാണാനായിട്ട് പുറത്തുനിന്ന് ആൾക്കാരാണ് കേട്ടോ. ഇതിന്റെ ഉദ്ഘാടന ദിവസം മാറ്റി വെച്ചിട്ടുണ്ട്. പാലത്തിന്റെ അടിഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞല്ലേ, ഞാൻ മുകൾ പോർഷനിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ വീണ്ടും പറഞ്ഞു പോകുകയാണ്, റോഡൊന്നും ഫിനിഷ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പൊ റോഡൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ പാലത്തിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്ത് പറയാനാണ്, 3-4 തലമുറകൾക്ക് ശേഷമാണ് ഈ പാലം ഇവിടെ വന്നത്. അപ്പൊ ഒരുപാട് ജനങ്ങൾക്ക് കേട്ടോ, അക്കരെ താമസിക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് നല്ലൊരു ആശ്വാസം തന്നെയാണ്. അപ്പൊ വാഹനങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ജില്ലയായ തിരുവനന്തപുരത്തിലെ കുമ്പിച്ചൽ കടവിലാണ് ഞാനും നിങ്ങളുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ ഈ കടവ് കാണാൻ വരുന്നുണ്ട്. അത്ര അതിമനോഹരമായ ഒരു കടവാണ് കേട്ടോ. പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ കുമ്പിച്ചൽ കടവിൽ ഞാൻ വീണ്ടും പറഞ്ഞു പോകാനും വെല്ലാനൊന്നുമില്ല. അത്രമാത്രം മലനിരകളും നമ്മുടെ കായലും പുഴയും ആറും ഒക്കെ ഇതിന് ചുറ്റുമുണ്ട് കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് വീണ്ടും ഞാൻ ക്ഷണിക്കുകയാണ്, ഒരിക്കലെങ്കിലും നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിലെ കുമ്പിച്ചൽ കടവ് കാണാനായിട്ട് വരിക കേട്ടോ. അപ്പൊ ഇതിന്റെ ഉദ്ഘാടന ദിവസം ഇപ്പൊ മഴ കാരണം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് കുമ്പിച്ചൽ കടവ്. അപ്പൊ പിന്നെ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പൊ പിന്നെ ഞാൻ പോവുകയാണ് കേട്ടോ.